ഷാജി പാപ്പൻ മീഡിയയിൽ വന്നിട്ട് പുള്ളി ഒരു ചെറിയ ഒരു വീഡിയോ ആണ് ഞാൻ കണ്ടത്. കുറെ ആൾക്കാരുണ്ടായിരുന്നു അവിടെ. നിങ്ങളല്ലേ പ്രേക്ഷകർ, ഞാനാണോ നിങ്ങളല്ലേ കണ്ടത്? നിങ്ങൾ ഈ ക്യാമറകൾ അങ്ങോട്ട് തിരിച്ചു വെച്ച് പറയൂ. പ്രേക്ഷകരൊപ്പം ഇന്ന് കണ്ടപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു ഫീലൊക്കെ? എപ്പോഴും പ്രേക്ഷകരൊപ്പം കാണും, ഇവർക്ക് വേണ്ടിയില്ലേ ഉണ്ടാക്കുന്നത്. നമ്മുടെ അനൂപ് മേനോൻ പുള്ളിയുടെ പുതിയ ഒരു സിനിമയാണ് ചെക്ക്മേറ്റ്. ഹോളിവുഡ് എന്നൊക്കെ എഴുതി കാണിച്ചിട്ട് ട്രെയിലറിൽ ഞാൻ കണ്ടതാണ്. അവസാനം ഹോളിവുഡ് അല്ല മോളിവുഡ് എന്ന് പറഞ്ഞുകൊണ്ട് എച്ചിനെ എം ആയിട്ട് മാറ്റി. ഭയങ്കര സംഭവമാണെന്ന് വിചാരിച്ച് കാണാമെന്ന് വിചാരിച്ചു. കാരണം അനൂപ് മേനോൻ ഉണ്ടല്ലോ. അനൂപ് മേനോൻ്റെ ഒരു പരിപാടി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ, പുള്ളി ഒരു പ്രത്യേക അഭിനയമാണ്. അനൂപ് മേനോൻ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക, പുള്ളിയുടെ ഒരു ശൈലിയുണ്ട്, പുള്ളിയുടെ ഒരു രീതിയുണ്ട്. ആ ഒരു രീതിയിൽ ഇങ്ങനെ പോകുന്ന ഒരാളാണ്. അതെനിക്ക് കുറേയൊക്കെ ഇഷ്ടമാണ്. കുറേ ആൾക്കാർക്ക് അതാണ് അനൂപ് മേനോനെ ഇഷ്ടം. പക്ഷെ ഈ പടം, ഓ മൈ ഗോഡ്, അസഹനീയം എന്നൊക്കെ പറഞ്ഞാൽ മതിയാവില്ല. എന്തോ ഇത്. അതാണ് ഞാൻ ആദ്യം മറ്റേ ക്ലിപ്പിംഗ് വെച്ചത്. പുള്ളിയുടെ ഡയലോഗ് കഴിഞ്ഞപ്പോൾ അത് ട്രെയിലറിൽ കണ്ട ഒരു ക്ലിപ്പിംഗ് ആണ്. അവരുടെ തന്നെ ട്രെയിലറിൽ കണ്ടതാ. അപ്പോൾ ഞാൻ ഒന്നും മിണ്ടാതിരിക്കൂ പ്ലീസ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്തോ പോയി കാണിച്ചു വെച്ചിരിക്കുന്നത്. കുറേ മലയാളീസ് ഓഫ് ദ USA, ദ ഗ്രേറ്റ് അമേരിക്ക, ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, അവിടെ ജീവിക്കുന്ന കുറേ മലയാളീസിനെ വെച്ചിട്ട് അവർ കുറേ ആൾക്കാർ കാശൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ഇതിനകത്ത്. അല്ലാണ്ട് ഇവരെയൊക്കെ അഭിനയിപ്പിക്കേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു. പിന്നെ ചിലപ്പം ഡയറക്ടറിന് തോന്നിയായിരിക്കും ഇവരെയൊക്കെ അഭിനയിപ്പിക്കാം എന്ന്. ഡയറക്ഷൻ, സ്ക്രീൻ പ്ലേ, സിനിമറ്റോഗ്രാഫി ഇതെല്ലാം ചെയ്തിരിക്കുന്ന ഒരാളാണ് രതീഷ് ശേഖർ. ഭയങ്കരമാണ് അണ്ണാ. നിങ്ങൾ വളർന്ന് ചിലപ്പോൾ ഒരു സന്തോഷ് പണ്ഡിറ്റിനെ പോലൊക്കെ ആവുമെന്ന്. അയാളുടെ കാറ്റൊക്കെ നിങ്ങളുടെ അടുത്തൂടെ പോയോ എന്നാണ് എനിക്കൊരു ഫീലിംഗ്. അയാളുടെ അസിസ്റ്റൻ്റ് ആയിരുന്നു. എല്ലാം കൂടെ എടുത്ത് തലയെ വെച്ച്, ചിലപ്പം ബഡ്ജറ്റ് ഇല്ലാത്തത് കൊണ്ട് ചെയ്തായിരിക്കും. എന്തുവാണേലും പടം ഒരു എന്താ പറയേണ്ടത്, മോശമായിട്ട് പറയാൻ എനിക്ക് തന്നെ ഒരു കഷ്ടം തോന്നുന്നുണ്ട്. എന്തിനാ എന്ത് കാണിച്ചു വെച്ചിരിക്കുന്നത്? കുറേ ആൾക്കാർ വന്ന് ഇംഗ്ലീഷ് പറഞ്ഞ് കുറേ അഡൽട്ടറിയും കുറേ മറ്റേ പെണ്ണുങ്ങളുടെ അതും ഇതും ഒക്കെ ആയിട്ട്. അഡൽട്ടറി എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് അഡൽട്ട് സ്റ്റോറി, അഡൽട്ട് കണ്ടന്റ് ആണ്. നമ്മുടെ ഷൈൻ ടോം ചാക്കോയുടെ അടുത്ത് നിന്ന് കിട്ടിയതാണ് അഡൽട്ടറിക്ക് പുള്ളി തന്നിരിക്കുന്ന പുതിയ ഒരു വ്യാഖ്യാനമാണ്. അഡൽട്ടറി എന്ന് പറഞ്ഞാൽ എനിക്കറിയാവുന്ന അഡൽട്ടറി എന്ന് പറഞ്ഞാൽ ഒരു കല്യാണം കഴിഞ്ഞ ഒരാണോ പെണ്ണോ അവർക്ക് വേറെ ഒരു ബന്ധം ഉണ്ടാകുന്നത്, വേറെ ഒരാണുമായിട്ടോ അല്ലെങ്കിൽ പെണ്ണുമായിട്ടോ ബന്ധം ഉണ്ടാകുമ്പോൾ അതാണ് അഡൽട്ടറി. ഇതിപ്പോൾ അഡൽട്ട് സ്റ്റോറിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പോട്ടെ, അഡൽട്ട് കണ്ടന്റ് യൂസ് ചെയ്തിട്ട് ഈ ഒരു സിനിമയെ, അതായത് ഭയങ്കരമായിട്ട് ആൾക്കാർ ഇഷ്ടപ്പെടും എന്ന് വിശ്വസിച്ച ആൾക്കാരാണെന്ന് തോന്നുന്നു. വിശ്വസിച്ച ഒരാളാണ് ഈ രതീഷ് ചേട്ടൻ. എന്നാണേലും പടം കണ്ട് സഹിക്കാൻ പറ്റിയില്ല. എന്തൊക്കെയാ കാണിക്കുന്നത്? കുറേ മറ്റേ വെടിവെക്കുന്നു, ഓടുന്നു, ചാടുന്നു, പരാഗണം, ഓടുന്നു, ചാടുന്നു, തേൻ കുടിക്കുന്നു, പരാഗണം. പിന്നെ നമ്മുടെ ലാൽ സാറും ഉണ്ട് ഇതിനകത്ത്. ലാൽ സാറിനെയൊക്കെ എങ്ങനെ കൺവിൻസ് ചെയ്തെന്നറിയില്ല ഇങ്ങനത്തെ ഒരു സിനിമയ്ക്ക്. ചിലപ്പോൾ അമേരിക്കൻ ടൂറും പിന്നെ കുറേ കാശൊക്കെ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി അങ്ങ് ഒരു ട്രിപ്പ് പോലെ ആയിക്കോട്ടെ. പുള്ളിയുടെ പേരിൽ കുറേ നല്ല സിനിമകളുണ്ട്. ഒരെണ്ണമെങ്കിലും മോശമായിട്ട് കിടന്നോട്ടെ എന്ന് വിചാരിച്ചു കാണും. അനൂപ് മേനോനും അതായിരിക്കും വിചാരിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റിൻ്റെ പുറകിലൊക്കെ പോകുന്ന ആൾക്കാരല്ല ഇവർക്ക് കുറേയൊക്കെ ബുദ്ധിയുണ്ടെന്നാണ് എൻ്റെ ഒരു ഫീലിംഗ്. നമ്മൾ കണ്ടിട്ടുള്ളത് അതാണ്. ഇവരുടെ പണ്ടത്തെ സിനിമകളൊക്കെ നല്ല സിനിമകളാണ്. ഈ സിനിമ എന്താണേലും ഗ്രേറ്റ് ഡിസാസ്റ്റർ, ഗ്രേറ്റ് എസ്കേപ്പ് അല്ല, ഗ്രേറ്റ് ഡിസാസ്റ്റർ ആണ്. ഇങ്ങനെ കുറേ പടങ്ങൾ നമ്മുടെ മലയാളത്തിൽ ഇറക്കുന്നുണ്ട്. ഇറക്കിയിട്ട് ഇതിനെക്കുറിച്ച് നമ്മൾ കൊള്ളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അതിന് നിനക്കൊക്കെ ഒരു ഫ്രെയിം വെക്കാൻ അറിയാവോ, നിനക്കൊക്കെ ഒരു ലെൻസ് പിടിപ്പിക്കാൻ അറിയാവോ എന്നൊക്കെ ചോദിച്ചു കളയും. നമ്മുടെ സിനിമാക്കാരുടെ പരിപാടി അതാണല്ലോ. എന്താണേലും ഇങ്ങനത്തെ പടങ്ങളൊക്കെ എടുക്കാണ്ടിരിക്കുക, കാശ് കളയാണ്ടിരിക്കുക. ഇതിനെ കാശിട്ടത് ആരാന്ന് ഒരു പിടുത്തവും ഇല്ല. പാവം ആരുടെ മോനോ എന്തോ ഇതിനകത്തിട്ട കാശ് അവൻ്റെ പോയി എന്നുള്ളതാണ് സത്യം. ആരുടെ മക്കളോ എന്തോ കുറേ ആൾക്കാർ ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പം ആരുടെയൊക്കെ മക്കളോ പാവങ്ങൾ കുറേ കാശ് ഇതിനകത്ത് കളഞ്ഞു എന്ന് വേണം പറയാൻ. എൻ്റെ ഒരു അഭിപ്രായം അതാണ്. ഇങ്ങനത്തെ പടങ്ങളൊക്കെ എടുക്കാണ്ടിരിക്കുക. അതായത് പടങ്ങൾ എടുക്കുന്നതിന് മുമ്പേ ആരെങ്കിലുമൊക്കെ ഒന്ന് അന്വേഷിക്കുകയും കാര്യങ്ങളൊക്കെ, കാശുണ്ടെന്ന് പറഞ്ഞ് പിന്നെ ക്രാഫ്റ്റ് അറിയാം എന്ന് അവകാശപ്പെടുന്ന ആൾക്കാരും ആവാം.
ഞാൻ ഭയങ്കരമായിട്ട് നമ്മുടെ ശ്രീനിവാസൻ സാറിൻ്റെ ചിന്താവിഷ്ടയായ ശ്യാമളയിൽ പുള്ളി ഒരു 10-20 ആഡ് ഫിലിം എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒരു ആഡ് ഫിലിം ഷൂട്ട് ചെയ്യാൻ വരുന്ന ഒരു സീനുണ്ടല്ലോ, അതുപോലത്തെ ആൾക്കാരാണ് രതീഷ് എന്ന് ഞാൻ പറയുന്നില്ല. പുള്ളിക്ക് കുറച്ചുകൂടെ അറിയാം. പക്ഷെ എന്നാലും ഒരു സിനിമ ആവാൻ ട്രെയിലർ കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അതായത് ട്രെയിലർ ചെയ്ത് കട്ട് ചെയ്തൊക്കെ വെക്കുമ്പോൾ, എല്ലാ സീൻസൊക്കെ കട്ട് ചെയ്ത് വെക്കുമ്പോൾ എന്തോ ഒരു സസ്പെൻസ് ഉണ്ട് എന്നുള്ള ഒരു തോന്നിപ്പോവും. പക്ഷെ സിനിമയായിട്ട് കാണുമ്പോൾ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ നമ്മുടെ ലാലേട്ടൻ്റെ ആണെങ്കിലും ഇങ്ങനത്തെ പടങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മറ്റേ പെരിച്ചാലിയോ അങ്ങനെയൊക്കെ ഉള്ള പടങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം ഇതിൽ മെയിനായിട്ട് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ചില ആക്ടേഴ്സ് ഇങ്ങനെ കാശ് കിട്ടും എന്നറിയുമ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അഭിനയിക്കുന്നതാണ്. അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ തന്നെ മാർക്കറ്റാണ് ഇടിയുന്നത്. കാരണം നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇത് കാണുമ്പോൾ അവർക്ക് ശരിക്കും വിഷമം തോന്നും. എന്തോ കാണിച്ചു വെച്ചിരിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ഓവർ എന്ന് പറയുമ്പോൾ എന്തോ പറയേണ്ടത്, കുറേ തോക്കും അത് ഇതും കുറേ പിള്ളേർ വന്നിട്ട് ഇംഗ്ലീഷ് പറഞ്ഞ് ആ ട്രെയിലറിൽ ഹോളിവുഡിനെ മാറ്റി മോളിവുഡ് എഴുതി കാണിച്ചു. ഞാൻ വിചാരിച്ചു ഭയങ്കര സംഭവമായിരിക്കും. ഈ പൃഥ്വിരാജ് ഒക്കെ എടുക്കാറുണ്ടായിരുന്നല്ലോ കുറച്ച് അമേരിക്കൻ സാധനങ്ങൾ. അങ്ങനെ അമേരിക്കയിൽ പോകുന്നു, കുറേ അമേരിക്കൻ സ്ഥലങ്ങളൊക്കെ കാണിക്കുന്നു, കുറേ പബ്ബും അത് ഇതൊക്കെ കാണിക്കുന്നു, ക്ലബ്ബും ഒക്കെ കാണിക്കുന്നു. പക്ഷെ അതൊക്കെ നല്ലതാണ്. എന്നാൽ അത് മാത്രം കൊണ്ട് ഒരു സിനിമ മുന്നോട്ട് കൊണ്ടുപോകാം, വിജയിപ്പിക്കാം എന്ന് വിചാരിക്കുന്നത് പൊട്ടത്തരമാണ്. ആൾക്കാർക്ക് ദഹിക്കൂല. അമേരിക്കൻ കൾച്ചർ, അമേരിക്കയിൽ ജീവിക്കുന്ന ആൾക്കാർ ഇതിനെ നിങ്ങൾ ബഡ്ജറ്റ് വളരെ ചുരുക്കി നിങ്ങൾ വേറെ രീതിയിൽ ഷൂട്ട് ചെയ്തിരുന്നെങ്കിൽ, ഒരു കണ്ടംപററി ഷൂട്ടിംഗ് ആയിരുന്നെങ്കിലും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടേനെ. കാരണം പവർ, മണി ഇതൊക്കെയാണല്ലോ ഈ സിനിമയുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ. പവറിന് വേണ്ടിയിട്ട് ഈ കാശുള്ള ആൾക്കാർ എന്തൊക്കെ ചെയ്യുന്നു, ഫിലോസഫിക്കൽ കുറേ ഡയലോഗ്സ് ഒക്കെ വെച്ചിട്ട്. പക്ഷേ ഈ ഡയലോഗ്സ് ഒക്കെ ഈ മാസ് സിനിമ പോലെ ഡയലോഗ്സ് നിങ്ങൾ വെക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഇപ്പം ഞാൻ ഇന്നലെ പിന്നെയും സോണി ലൈവിൽ റിലീസായിട്ടുണ്ട് നമ്മുടെ ടർബോ. പിന്നെ ഞാൻ കണ്ടു. ടർബോ എന്ന് പറയുന്നത് ഒരു ഫുൾ കമേഴ്ഷ്യൽ, ഒരു എന്താ പറയണ്ട, ഒരു വൺ മാൻ ഷോ എന്നൊക്കെ പറയാൻ, ഒരു ഫീൽ ഗുഡ് വൺ മാൻ ഷോ മൂവി. അങ്ങനത്തെ ഒരു ജാനറൊന്നും ഇല്ല. എനിക്ക് തോന്നുന്ന വാക്കുകൾ ഇങ്ങനെ പറയാണ്. അപ്പോൾ ടർബോ എന്ന് പറയുന്ന പടം ഇന്നലെ ഞാൻ വീണ്ടും കാണുകയാണ്, ഒരു മാസം കഴിഞ്ഞിട്ട്. അത്രയും രസമുണ്ട് ആ പടം കണ്ടിരിക്കാം. അതായത് നമ്മൾ കണ്ടതാണേലും ആ ഫൈറ്റ് സീക്വൻസ് ഒക്കെ വരുമ്പോൾ, ഇപ്പോൾ ആ ബസ്സിലായാലും അല്ലെങ്കിൽ ആ പോലീസ് സ്റ്റേഷനിലെ ഫൈറ്റ് സീക്വൻസ് ആയാലും അതൊക്കെ നമുക്ക് കണ്ടിരിക്കാം. തുടക്കത്തിൽ അതായത് പടം ഇങ്ങനെ ടക്ക് 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 എന്ന് പറഞ്ഞ് പോവാണ്. പടത്തിൽ ഒരു ലാഗോ, നമുക്ക് തന്നെ പറയുന്നുണ്ട് പഴയ കാര്യങ്ങൾ അതൊക്കെ പറഞ്ഞാൽ ഭയങ്കര ലാഗാ എന്ന് പറഞ്ഞ ഒരു വെപ്പ് വെക്കുന്നുണ്ട്. കാരണം ഒരുപാട് സിനിമകളിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. പഴയ സീൻ എന്ന് പറഞ്ഞ് പഴയ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആ പഴയ സീക്വൻസും കാര്യങ്ങളൊന്നും റീക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ നമുക്കിവിടെ നരേഷൻ ഉണ്ടല്ലോ, അച്ഛനും സഹോദരിയും അച്ഛനും സഹോദരിയും എങ്ങനെ മറ്റേ ഉരുൾപൊട്ടൽ ലാൻഡ് സ്ലൈഡിൽ പെട്ടു എന്നുള്ളതിൻ്റെ ആ ഒരു എക്സ്പ്ലനേഷനും, അപ്പുറത്തുനിന്ന് അമ്മച്ചിയുടെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നതും, അമ്മച്ചിയായിട്ട് അഭിനയിച്ച നമ്മുടെ ഇത്രയും ഭയങ്കരമായിട്ടുള്ള ഒരു താരം, പുള്ളിക്കാരി ആദ്യത്തെ സിനിമയിൽ മമ്മൂക്കയുടെ അനിയത്തായിട്ട് വന്നതാണ്. ഈ പടത്തിൽ അമ്മച്ചിയായിട്ട് അഭിനയിച്ചു. ഇപ്പോൾ ആദ്യത്തെ പടത്തിൽ വന്നപ്പോൾ 90s പുള്ളിക്കാരി ഒരിക്കലും വിചാരിച്ചാണല്ലോ 30 കൊല്ലം കഴിയുമ്പോൾ ഞാൻ ഈ മഹാനടൻ്റെ കൂടെ ഇയാളുടെ അമ്മയായിട്ട് ഞാൻ അഭിനയിക്കേണ്ടി വരും, അഭിനയിക്കാൻ പറ്റും എന്നൊക്കെ പുള്ളിക്കാരി ഒരിക്കലും വിചാരിച്ചു കാണത്തില്ല. പക്ഷെ ആ പുൾ ഔട്ട് ചെയ്ത ആ ഒരു സംഭവം, ചെറിയ ചെറിയ കാര്യങ്ങൾ ആ പടത്തിൽ ഇന്നലെ ആ പടം പിന്നെയും കണ്ടപ്പോൾ ഇങ്ങനെ സോണി ലൈവിലുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ജസ്റ്റ് കണ്ടതാ. എന്ത് രസമായിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്. രണ്ടാമത്തെ പ്രാവശ്യം കണ്ടിട്ട് അത്രയും നല്ല ഒരു ഫീലിംഗ്. പക്ഷെ ഈ പടം, ഈ ചെക്ക്മേറ്റ് പോലത്തെ പടം എന്തോ കാണിച്ച് ഒരു പ്രാവശ്യം കാണാൻ തന്നെ ഇത് എപ്പോൾ തീരുവോടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അതായത് നിങ്ങളെ സെക്സി ആയിട്ട് കാണിക്കണം, കുറേ പെണ്ണുങ്ങളെയൊക്കെ വെച്ച് ഇങ്ങനെ ആ ഒരു രീതിയിൽ എടുക്കണം പടം എന്ന് വെച്ചാൽ അതും വിജയിക്കും. അതിങ്ങനെ ആ രീതിയിൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ഇതിലൊക്കെ, ഇൻസ്റ്റാഗ്രാമിൽ പ്രത്യേകിച്ച്, ഫേസ്ബുക്കിലും കുറേ ഈ ചേച്ചിമാർ വന്നിട്ട് മറ്റേ തുണി അലക്കുന്നതും അതിനെയൊക്കെ കാണാൻ കുറേ ആൾക്കാരുണ്ട്. അതിലൊക്കെ വ്യൂവേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2 മില്യൺ 4 മില്യനൊക്കെയാണ്. അപ്പോൾ അങ്ങനത്തെ അതിപ്പോൾ ഹിന്ദിക്കാരും അത് ഇതൊക്കെയാണ്. പക്ഷെ എന്നാലും അത് പ്രസൻറ്റ് ചെയ്യുന്ന ആ ഒരു മീറ്ററാണ്, ആ ഒരു രീതിയാണ്, ആ ഒരു എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു, എങ്ങനെ ഇത് പ്രേക്ഷകനിലേക്ക് എത്തുന്നു എന്നുള്ളത്. അല്ലാതെ ചുമ്മാതെ എന്ത് തോന്നിയാസവും എടുത്തു വെച്ചിട്ട് ഇത് ആൾക്കാർ കണ്ടോളും എന്ന് വിചാരിക്കുന്നത് വളരെ അധികം തെറ്റാണ്, വളരെ ബോറാണ്.
ചെക്ക്മേറ്റ് അവർക്ക് തന്നെ ഈ പ്രൊഡ്യൂസറിന് വെച്ചതാണ് ചെക്ക്മേറ്റ്. പുള്ളിക്ക് ഇനി മുന്നോട്ട് പോകാൻ കാശില്ലെങ്കിൽ പുള്ളിയുടെ കാര്യം ചെക്ക്മേറ്റാണ്.